ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായക പ്രഖ്യാപനവുമായി കോൺഗ്രസ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കീഴിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് 6 മാസത്തിൽ അധികം ശേഷിക്കെയാണ് കോൺഗ്രസിന്റെ സുപ്രധാന നീക്കമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ബീഹാറിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് കീഴിലാണ് മത്സരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബീഹാറിൽ സഖ്യം ഐക്യത്തിലാണ്. BJP നയിക്കുന്ന മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. ബീഹാറിൽ BJP ഞങ്ങളുടെ പ്രധാന എതിരാളിയായി തന്നെ തുടരുന്നുവെന്ന് രാജേഷ് കുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. സീറ്റ് വിഭജന ഫോർമുലയെ കുറിച്ച് അദ്ദേഹം കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ഇനിയും സമയമായിട്ടില്ലെന്നായിരുന്നു രാജേഷ് കുമാറിന്റെ മറുപടി. സീറ്റ് വിഭജനത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നത് വളരെ നേരത്തെയായിരിക്കും. തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഫോർമുലയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഞങ്ങളുടെ നേതാക്കൾ ഒരുമിച്ചിരിക്കുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കൂട്ടായ്മയായ മഹാഗത്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ RJD ഇതിനകം ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാ സഖ്യ പങ്കാളികളുമായും കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. മുൻ ബീഹാർ കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേഷ് സിംഗ്, മുൻ മന്ത്രി രാംജതൻ സിൻഹ, ഷക്കീർ അഹമ്മദ് എന്നിവരുൾപ്പെടെ സംസ്ഥാനത്ത് നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം മുന്നണിക്കുള്ളിൽ RJD കോൺഗ്രസ് ഭിന്നതയെക്കുറിച്ചുള്ള കിംവദന്തികൾക്ക് അയവ് വരുത്തുന്നതാണ്. തിരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം തന്നെയാകും പ്രധാന ഘടകം. അതേസമയം 2015 ബീഹാർ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റ് നേടിയ പാർട്ടിയായിരുന്നു RJD. മഹാഗത്ബന്ധൻ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ JDUവിന് അന്ന് 71 സീറ്റുകളാണ് ലഭിച്ചത്. എങ്കിലും RJD അന്ന് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ അനുവദിച്ചു. 2017 സഖ്യം വിട്ട നിതീഷ് കുമാർ NDA മുന്നണിയുടെ ഭാഗമായി. 2022 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് NDA സഖ്യം വിട്ടു. വീണ്ടും മഹാഗത്ബന്ധൻ സഖ്യത്തിൽ ചേർന്ന RJDയുടെ പിന്തുണയോടെ 8ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി. 2024 നിതീഷ് കുമാർ വീണ്ടും BJPയുടെ പക്ഷത്തേക്ക് പോവുകയായിരുന്നു.